ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു, ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു, അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി, ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ, ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. അതുപോലെ ശുദ്ധജലത്തിന്റെ കാര്യത്തിൽ വെള്ളം 100 വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് ഏതാണ്ട് 3 ഭാഗമേ കുടിവെള്ളത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ശുദ്ധജലമാണ്. അത് തന്നെ നമ്മുടെ വീട്ടില് ഒരു 1000 ലിറ്ററിന്റെ ടാങ്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കുടിക്കാൻ നമ്മൾ അതിന് ഉപയോഗിക്കുന്നതേ ഉള്ളൂ, കുറച്ച്. ബാക്കിയൊക്കെ തന്നെ വേസ്റ്റ് വാട്ടർ ആയിട്ടാണ് നമ്മൾ കുളിക്കാനും അലക്കാനും ഒക്കെ രീതിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നശിപ്പിക്കുന്ന വെള്ളത്തെ തിരിച്ച് നമ്മുടെ ഭൂമിയിലേക്ക് കൊടുക്കാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. എന്നാലും നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വെള്ളം സുലഭമായി ഉപയോഗിക്കാൻ, അവരുടെ നിലനിൽപ്പ് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് ചെയ്യേണ്ടത് മഴവെള്ളം നമ്മുടെ പറമ്പിൽ ഇറക്കിവിടുക, പറ്റുമെങ്കിൽ നേരിട്ട് ഇതിനെ അരിച്ചു മാറ്റി കിണറിലേക്ക് റീചാർജ് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഒക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് 5 സെന്റ് 2 സെന്റ് 3 സെന്റിലൊക്കെയാണ് വീടുകളുണ്ട്. ഒരു വീട്ടിലെ കിണറിന്റെ ആ വീട്ടിലെ പരിശോധിച്ച് നോക്കുമ്പോൾ 6-7 മീറ്റർ ആയിരിക്കും. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി,
ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. ഇത് പ്രാണവായുവിനായി നടുന്നു, ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി 100 തൈകൾ നിറഞ്ഞു നടുന്നു. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ പൂപ്പുകൈ മാത്രമായി. ചൊരിയും മുലപ്പാലിനോർമ്മയുമായി പകരം തരാൻ കൂപ്പുകൈ മാത്രമായി. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഇതു ദേവി ഭൂമി തൻ ചൂടൽപ്പമാറ്റാൻ നിറകണ്ണുമായി ഞങ്ങൾ ചെയ്യുന്ന പൂജ. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.